വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകണം. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം വൈകുമെന്ന വിവരമാണ് വരുന്നത്. റിയാദ് കോടതി ഇന്നും വിധി പറഞ്ഞിട്ടില്ല. കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. AK അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, ഇന്നിപ്പോൾ വിധി വരും, മോചനം ഉടൻ സാധ്യമാകുമെന്നാണ് നമ്മൾ ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നത്. എന്താണ് സംഭവിച്ചത്? ഇന്ന് നമ്മൾ റഹീമിന്റെ ഉമ്മയുടെ പ്രതികരണമടക്കം തേടിയിരുന്നു. അവരടക്കം വലിയ തരത്തിൽ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം റഹീമിനെ സൗദിയിലെ ജയിലിൽ പോയി കണ്ട് അവർ ഇന്നാണ് ഇവിടെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഏതായാലും അത്തരത്തിലൊരു ആശ്വാസകരമായ ഒരു വാർത്തയല്ല ഇപ്പോൾ സൗദി ജയിലിൽ നിന്ന് വരുന്നത്. കാരണം ുമായി ബന്ധപ്പെട്ട ആ കേസിലെ ഹർജി പരിഗണിക്കുന്നത് 2 ആഴ്ച നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ്. കാരണം സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൂടി ഈ ഹർജി പരിഗണിക്കുന്നതിനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ കുറെ കൂടി വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ സൗദി കോടതി 2 ആഴ്ചയിൽ കൂടി ഈ ഹർജി മാറ്റിവെച്ചിരിക്കുന്നു. അതായത് 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഹർജി പരിഗണിക്കുക. അതിനുശേഷം മാത്രമായിരിക്കും മോചന കാര്യത്തിൽ സൗദി കോടതിയുടെ ഭാഗത്ത് ഒരു തീരുമാനം ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേസമയത്ത് ബന്ധുക്കളടക്കം വലിയ തരത്തിൽ പ്രതീക്ഷ പുലർത്തുകയും കഴിഞ്ഞ ദിവസം അവർ ഈ സൗദി ജയിലിൽ എത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കോടതിയുടെ നടപടി ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നത്. നേരത്തെ ഇത് സാങ്കേതികമായ പ്രശ്നങ്ങൾ കാരണം മറ്റൊരു ബെഞ്ചിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഏതെങ്കിലും പിഴവുകൾ കൊണ്ടാണോ ഇപ്പോഴും ഈ ഹർജി മാറ്റിവെച്ചെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും വൈകുന്നേരത്തോടു കൂടി മാത്രമേ ഇക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തത ലഭിക്കൂ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ റഹീമുമായി ബന്ധപ്പെട്ട ആ കേസിലെ ഹർജി 2 ആഴ്ചയ്ക്ക് ഇപ്പോൾ മാറ്റിവെച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. അഭിലാഷ്, ഇതിൽ നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഇതെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നാണല്ലോ റഹീം നിയമസഹായ സമിതി നേരത്തെ പറയുകയും ചെയ്തിരുന്നത്. അനുകൂല വിധിയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതിനി എത്ര നാൾ നീണ്ടുപോകുമെന്നൊരു ചോദ്യവുമുണ്ട്. കാരണം 34 കോടി രൂപയായിരുന്നു ഇതിൽ ബ്ലഡ് മണിയായി കൈമാറേണ്ടത്. ആ തുക ഈ കുടുംബത്തിന് ഇതിനൊക്കെ തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ എംബസിയും അതോടൊപ്പം തന്നെ വക്കീലടക്കമുള്ള ആളുകൾ ഇത് കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ കേസ് പരിഗണിക്കാനും മാപ്പപേക്ഷ പരിഗണിച്ച് മോചനമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാനുമുള്ള ഹർജി കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും ഇത് സാങ്കേതിക കാരണങ്ങളാൽ, അതായത് ഈ വധശിക്ഷ റദ്ദ് ചെയ്ത കോടതിക്ക് മുമ്പിലായിരുന്നില്ല ഈ ഹർജി വന്നത്. സാധാരണഗതിയിൽ അത്തരത്തിൽ വധശിക്ഷ റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോടതി തന്നെയാണ് ഇവരുടെ മോചനക്കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് കാരണം കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരു ബെഞ്ചിലേക്കായിരുന്നു ഈ ഹർജി പോയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വധശിക്ഷ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ വധശിക്ഷ റദ്ദ് ചെയ്ത ആ ബെഞ്ചിലേക്ക് തന്നെ ഈ ഹർജി വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഹർജി ഇപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് പരിഗണിക്കാതെ പോയത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. ഏതായാലും 2 ആഴ്ചത്തേക്ക് ഈ ഹർജി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏതായാലും നിയമസഹായ സമിതിയുമായി ഒക്കെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർക്കും ഈ കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും വൈകുന്നേരം 5 മണിയോട് കൂടി ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഭിഭാഷകരിൽ നിന്ന് ഉൾപ്പെടെ നമുക്ക് വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഏതായാലും ഹർജി ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് AK അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.